സമുദായം സർക്കാരിൽ നിന്ന് അവിഹിതമായി പലതും നേടിയെടുത്തു. ഇടത് സർക്കാർ മുസ്ലിം പ്രീണനം നടത്തിയതുകൊണ്ടാണ് ഈഴവർ ഇടതുപക്ഷത്തെ കൈയൊഴിഞ്ഞത്. ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞ് SNDP യോഗം മുഖമാസികയായ യോഗനാഥത്തിലൂടെ ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ഒരു വലിയ ആരോപണവും ഉയർത്തി. മധ്യകേരളം ക്രിസ്ത്യാനികളും വടക്കൻ കേരളം മുസ്ലിമുകളും ചേർന്ന് വെട്ടിപ്പിടിച്ചു എന്നായിരുന്നു അത്. എന്താണ് വസ്തുത? സത്യം പറയട്ടെ, ആരംഭിക്കുകയാണ്. ഒന്നാം പിണറായി വിജയൻ സർക്കാരിൽ മുസ്ലിം സമുദായത്തിൽ ജനിച്ചവരായി 2 പേരാണ് ഉണ്ടായിരുന്നത്, AC മൊയ്തീനും KT ജലീലും. ഇപ്പോഴത്തെ മന്ത്രിസഭയിൽ ശേഷിക്കുന്നത് V അബ്ദുറഹ്മാനും മുഹമ്മദ് റിയാസും മാത്രമാണ്. അഹമ്മദ് ദേവർകോവിലും ആന്റണി രാജുവും നേതൃസ്ഥാനത്ത് നിന്ന് മാറിയപ്പോൾ പകരം വന്നത് ആരൊക്കെയാണ്? KB ഗണേഷ് കുമാറും രാമചന്ദ്രൻ കടന്നപ്പള്ളിയും. ചരിത്രപരമായി തന്നെ ഏറ്റവും കുറവ് പ്രാതിനിധ്യമുള്ള സമയങ്ങളിൽ ഒന്ന്. 2006 അച്യുതാനന്ദൻ മന്ത്രിസഭയിലും 2 പേർ മാത്രമായിരുന്നു, പാലോളി മുഹമ്മദ് കുട്ടിയും എളമരം കരീമും. തൊട്ടു മുൻപുള്ള ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ 6 മന്ത്രിമാരായിരുന്നു മുസ്ലിം സമുദായത്തിൽ ജനിച്ചവരായി ഉണ്ടായിരുന്നത്. മുസ്ലിം ലീഗിലെ 5 പേരും കോൺഗ്രസിലെ ആര്യാടൻ മുഹമ്മദും. ലീഗിന്റെ 5ാം മന്ത്രിയായി മഞ്ഞളാംകുഴി അലി എത്തിയപ്പോഴുണ്ടായ പുകിൽ കേരളം എന്തായാലും മറന്നിട്ടുണ്ടാകില്ല. 1957 8 സീറ്റ് നേടി 2011 20 സീറ്റ് വരെ എത്തിയ മുസ്ലിം ലീഗിന് സ്വാഭാവികമായി കിട്ടുന്ന മന്ത്രിസ്ഥാനം മാത്രമല്ലേ അത്? 82 സീറ്റിൽ മത്സരിച്ച് 39 മാത്രം ജയിച്ച കോൺഗ്രസിനോട് 24-ൽ 20 ജയിച്ച മുസ്ലിം ലീഗ് രാഷ്ട്രീയമായി വിലപേശി വാങ്ങിയതാണ് ആ പ്രാതിനിധ്യം. CPIക്കുള്ളതുപോലെ വോട്ട് വിഹിതവും പലപ്പോഴും കൂടുതൽ സീറ്റുകളും നേടുന്ന പാർട്ടിയാണ് മുസ്ലിം ലീഗ്. ഇപ്പോൾ സംഭവിച്ചത് എന്താണ്? രാജ്യസഭയിലേക്ക് ഒഴിവ് വന്ന UDFന് ജയിക്കാവുന്ന സീറ്റ് മുസ്ലിം ലീഗിന് നൽകി. അർഹതയുണ്ട് എന്നവർ വിശ്വസിക്കുകയും കോൺഗ്രസ് സമ്മതിക്കുകയും ചെയ്ത 3ാം ലോക്സഭാ സീറ്റിന് പകരമായി നൽകിയതാണ് അത്. CPIക്ക് ഇടതുമുന്നണിയിൽ 4 സീറ്റ് ലഭിക്കുമ്പോൾ UDFൽ 3 സീറ്റെങ്കിലും വേണമെന്ന ലീഗ് നിലപാടിൽ ഒരു രാഷ്ട്രീയ ശരിയില്ലേ? അത് വർഗീയതയാണ് എന്ന് വിലയിരുത്തിയാൽ SNDP യോഗം ജനറൽ സെക്രട്ടറി പറയുന്നതിനെ നമ്മൾ എന്ത് വിളിക്കണം? താക്കോൽ സ്ഥാനത്തിനായി ഒരു മന്ത്രിസഭയെ പ്രതിസന്ധിയിലാക്കിയ ചരിത്രവുമുണ്ട് കേരളത്തിൽ. NSS ജനറൽ സെക്രട്ടറി G സുകുമാരൻ നായർ അത് പറഞ്ഞില്ലെങ്കിലും രമേശ് ചെന്നിത്തലയ്ക്ക് ആഭ്യന്തരമന്ത്രി സ്ഥാനത്തിന് അർഹതയും പരിചയ സമ്പത്തും ഉണ്ടായിരുന്നു. ഇപ്പോൾ എന്തുകൊണ്ടാണ് NSS ജനറൽ സെക്രട്ടറി സംസാരിക്കാത്തത്? NSS ഡയറക്ടർ ബോർഡ് എന്ന ഉന്നതാധികാര സമിതിയിൽ അംഗത്വമുള്ള ആൾ തന്നെ ഈ മന്ത്രിസഭയിലുണ്ട്, KB ഗണേഷ് കുമാർ. ഗണേഷ് കുമാർ മാത്രമല്ല, നായർ സമുദായത്തിന്റെ കോളത്തിൽ വേണമെങ്കിൽ എഴുതി ചേർക്കാവുന്ന 9 പേരുണ്ട് ഈ മന്ത്രിസഭയിൽ. ക്യാബിനറ്റ് റാങ്കുള്ള മറ്റു പദവി കൂടി കൂട്ടിയാൽ എണ്ണം 10 ആകും. അതെന്തുകൊണ്ടാണ് കേരളത്തിൽ ചർച്ചയാകാത്തത്? ആ 10 മന്ത്രിമാരുടെയും സമുദായം ചർച്ച ചെയ്യാതെ രാജ്യസഭയിലേക്ക് പോയ CPIക്കാരനായ PP സുനീറിന്റെയും DYFIക്കാരനായ AA റഹീമിന്റെയും മതം ചെയ്യുന്നത് എന്ത് തരം സാമൂഹിക പ്രവർത്തനമാണ്? ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഏത് സമുദായമാണെന്ന് കേരളം അന്വേഷിക്കാറുണ്ടോ? ഉമ്മൻചാണ്ടി, BS അച്യുതാനന്ദൻ, AK ആന്റണി, EK നായനാർ, K കരുണാകരൻ ഇവരുടെ ആരുടെയെങ്കിലും സമുദായ മഹിമ കൊണ്ടാണോ ഇവരൊക്കെ മുഖ്യമന്ത്രിമാരായത്? C അച്യുതമേനോനും PK വാസുദേവൻ നായരും CPIയിൽ നിന്ന് മുഖ്യമന്ത്രിമാരായതുപോലെ അല്ലാതെ മറ്റെന്ത് വ്യത്യാസമാണ് CH മുഹമ്മദ് കോയയുടെ മുഖ്യമന്ത്രി സ്ഥാനത്തിന് ഉള്ളത്? അതും 67 വർഷത്തെ സംസ്ഥാന ചരിത്രത്തിനിടെ വെറും 53 ദിവസം മാത്രം. EMS നമ്പൂതിരിപ്പാടും പട്ടം താണുപിള്ളയും മാത്രമല്ല, 10 വർഷം SNDP യോഗം ജനറൽ സെക്രട്ടറി ആയിരുന്ന R ശങ്കറും കേരളത്തിൽ മുഖ്യമന്ത്രിയായിട്ടുണ്ട്. 1 വർഷവും 350 ദിവസവും. മുഖ്യമന്ത്രി മാത്രമല്ല, 2 വർഷം ഉപമുഖ്യമന്ത്രിയുമായിരുന്നു R ശങ്കർ. ഇപ്പോഴത്തെ ലോക്സഭയിൽ 24 പേരും രാജ്യസഭയിൽ 18 പേരുമാണ് മുസ്ലിം സമുദായത്തിൽ ജനിച്ചവരായുള്ളത്. 14.2% വരുന്ന മുസ്ലിം സമുദായത്തിൽ നിന്ന് പാർലമെന്റിലുള്ളവരുടെ എണ്ണം 5% താഴെയാണെന്ന് കൂടി മറക്കാതിരിക്കാം. ആ എണ്ണമെങ്കിലും എത്തിയത് കേരളത്തിൽ നിന്ന് ഇവർ കൂടി ചേർന്നത് കൊണ്ടാണ്. ഒരു കണക്ക് കൂടി,
1952 മുതൽ 2024 വരെയുള്ള കാലത്ത് വെറും 15 പേർ മാത്രമാണ് മുസ്ലിം സമുദായത്തിൽ ജനിച്ചവരിൽ നിന്ന് രാജ്യസഭയിൽ എത്തിയിട്ടുള്ളത്. EK ഇമ്പിച്ചിബാവയും BV അബ്ദുള്ളക്കോയും തലേക്കുന്നിൽ ബഷീറും KE ഇസ്മായിലും ഉൾപ്പെടെയുള്ളവരുടെ കണക്കാണ്. പല പാർട്ടികളിലായി നിന്ന് കേരളത്തിലെ സാമൂഹിക ജീവിതത്തിൽ നിറഞ്ഞു നിന്നവരാണ് രാജ്യസഭയിലേക്ക് എല്ലാ കാലത്തും പോയിട്ടുള്ളത്. അവരൊക്കെ ഏതെങ്കിലും സമുദായത്തിന്റെ മാത്രം പ്രതിനിധിയാണെന്നതിന് ഒരു തെളിവും നിലവിലില്ല. സത്യം പറയട്ടെ, ഇനി മറ്റൊരു വിഷയവുമായി വീണ്ടും വരും. കാണാം. നമസ്കാരം.